കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നാം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമസ്ത മേഖലകളിലും നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ബലമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ പലരും മാറിപ്പോകും. ഒരു മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ കൂടെയുണ്ടെന്ന് വിചാരിക്കുന്ന പലരും നമ്മെ വിട്ട് മാറിപ്പോകും. പക്ഷേ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും നഷ്ടങ്ങളുടെ നടുവിലും വേദനകളുടെ നടുവിലും മാറിപ്പോകാത്ത ഒരു ദൈവം ഉണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നൈൻ പട്ടണത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് വലിയൊരു ദുഃഖം അവിടെ ഉണ്ടാകുകയാണ്. ആ ഭവനത്തിനകത്ത് വിലാപത്തിൻ്റെ ഒരു അനുഭവം ആ ഭവനത്തിനകത്ത് വന്നു. ഇന്നലകളിൽ ഭർത്താവ് മരിച്ചപ്പോൾ ഉണ്ടായ അതേ വാക്കുകൾ തൻ്റെ ഏക പ്രതീക്ഷയായ മകനും മരിച്ചപ്പോൾ അവിടെ ഉണ്ടായേക്കാം, അവിടെ സംസാരിച്ചേക്കാം. ഒരു പക്ഷെ പലരും പറഞ്ഞു കാണും, അപ്പൻ മരിച്ചു, ദേ ഇപ്പോൾ മകനും മരിച്ചു, ഇവളുടെ ജീവിതം ഒരു കഷ്ടതയാണ്. അപ്പൻ മരിച്ചു, മകനും മരിച്ചു, ഇപ്പോൾ ഏതോ ശാപത്തിൻ്റെ കീഴിലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും ഇവളെ പരിഹസിച്ചിട്ടുണ്ടാകാം, ഇവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. സ്തോത്രം. നഷ്ടങ്ങളുടെ വേദനയുമായി ജീവിതത്തിനകത്ത് കയ്പ് നിറഞ്ഞൊരനുഭവത്തോടെ നിലവിളിയുമായി സ്തോത്രം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൃത്യമായി പഠിപ്പിക്കുന്നു, അവിടെ ജീവിതത്തിനകത്തുള്ള ആ പ്രതിസന്ധിയുടെ നടുവിൽ അവളെ കണ്ടാരും മനസ്സലിയാതിരിക്കുമ്പോൾ ഒരുവൻ അവളെ കണ്ട് മനസ്സലിഞ്ഞു. അതെ, നിങ്ങളുടെ കഷ്ടതയിലും പ്രയാസത്തിലും നഷ്ടങ്ങളിലും തലമുറകളെക്കുറിച്ച് ഓർത്ത് കരയുന്ന, കുടുംബങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്ന, നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തായാലും നിങ്ങൾ ഇന്ന് പകൽ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ ആത്മനിയോഗത്തോടെ ഈ ദൈവിക ആലോചന നിങ്ങളോട് കൈമാറട്ടെ. കഷ്ടതയിൽ നിങ്ങളെ ആരും കണ്ട് മനസ്സലിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ ആരും നിങ്ങളെ കണ്ട് മനസ്സലിഞ്ഞില്ലെങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോട് നിങ്ങളോട് കൈമാറാം. നിങ്ങളെ കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതെ, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. അവളോട് പറഞ്ഞു, കരയണ്ട. അതെ, യേശു നിന്നോട് കരയണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ വിഷയത്തിന് ഒരു പരിഹാരമാകും, തക്ക തുണയായി കൂടെയുണ്ടാകും. സ്തോത്രം. യേശു നിൻ്റെ കൂടെയുണ്ടാകും. നിൻ്റെ എല്ലാ കഷ്ടതയിലും എല്ലാ പ്രയാസത്തിലും നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധിയായിരുന്നാലും അതിന് നടുവിൽ നിങ്ങൾ ഏകനല്ല. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കൂ, യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് മഹത്വം വെളിപ്പെടുത്തും. അതെ, ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ നടുവിലൂടെയാണോ കടന്നു പോകുന്നത് അതിനകത്തൊരു മാറ്റം തരാൻ ഇന്ന് ദൈവത്തിന് കഴിയും. അതെ, ഇന്ന് പകലിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു.
ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, നിങ്ങളുടെ വേദനകൾക്ക് മാറ്റം വരുത്തുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന് നിങ്ങളെ വിടുവിപ്പാൻ പ്രാപ്തനാണ്. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിടുതലുകൾ നിങ്ങൾ അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, നിങ്ങളുടെ കഷ്ടതയുടെ പല മേഖലകളിൽ നിങ്ങൾ കടന്നു പോയേക്കാം. ആരും സഹായിപ്പാനില്ലാത്ത അനുഭവത്തിലായിരിക്കാം. ഭാരപ്പെടേണ്ട. യേശു നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പോകുന്നു. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വിടുതൽ വെളിപ്പെടാൻ പോകും. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിന് ചില പരിഹാരങ്ങൾ കർത്താവ് തരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.